ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വൈക്കത്തപ്പൻ്റെ മണ്ണിലേക്കാണ്. അതെ, വൈക്കത്തമ്പലത്തിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വടക്ക് പുറത്തുപാട്ടും കോടിയർച്ചനയും നടക്കുവാണല്ലോ. അപ്പോൾ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നൊരു ചടങ്ങാണിത്. അപ്പോൾ ഈ സമയത്ത് കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെയാണ് ദേവിയുടെ കളം വരച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്കേ മുറ്റത്താണിത് നടക്കുന്നത്. അപ്പോൾ ഇന്ന് 10-ാം ദിവസമായതുകൊണ്ട് തന്നെ 32 കൈകളോടുകൂടിയ ദേവിയുടെ രൂപമാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി രാത്രിയിലാണ് ഇതിൻ്റെ കളം മൈക്കൽ ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ അവിടെ തൊഴുതിറങ്ങി ഇവിടെയാണ് കോടിയർച്ചന നടക്കുന്നത്. അവിടെയും തൊഴുതു. ഇനി നമ്മൾ നേരെ പനച്ചിക്കൽ ഭഗവതിയുടെ അടുത്ത് തൊഴാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വഴിപാടെന്ന് പറയുന്നത് കുങ്കുമമാണ്. അപ്പോൾ പല കളറിലുള്ള കുങ്കുമമാണ് ഇവിടെ സമർപ്പിക്കുന്നത് വഴിപാടായിട്ട്. അപ്പോൾ അവിടെ തൊഴുതിറങ്ങി ഇനി നമ്മൾ ആ ആൽത്തറയിൽ പോയി ഒന്നിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് വടക്ക് പുറത്തുപാട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. ഇപ്പോൾ ശ്രീബലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോഴാണ് അന്നദാനം കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കറികളൊക്കെ വിളമ്പുവാണ്. അച്ചാറ്, മധുരക്കറി, അവിയൽ, പച്ചടി, കൂട്ടുകറി, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ചോറും ഇട്ടു. പിന്നെ സാമ്പാറും ഒഴിച്ചു. അങ്ങനെ കഴിക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുളിശ്ശേരിയും കൂടെ ഉണ്ടായിരുന്നു. അതും കൂട്ടി കഴിച്ചു. ലാസ്റ്റ് പായസവും കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്.